ഏതായാലും ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾ ഉള്ളിലുണ്ടാവും. ആ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു തുറന്ന മനസ്സോട് കൂടി ഒരു പ്രോഗ്രാമിന്റെ അവസാനം വരെ നിങ്ങൾ ഇരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രോബ്ലങ്ങളാണ്. ഒന്ന് ആരോഗ്യവും, രണ്ടാമത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും. ഈ രണ്ട് പ്രോബ്ലങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്നിവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്തിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് എന്നായിരിക്കും ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങൾ ആലോചിക്കേണ്ടത്, ക്രമാതീതമായിട്ട് നമ്മുടെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് എന്റെ അഭിപ്രായമല്ല. ഇവിടെ പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് ഡെപ്യൂട്ടി പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മോഡേൺ സിംഗ് അലുവാലിയ. അദ്ദേഹം നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്ന ഒരു കാര്യം, ഓരോ വർഷവും 35% ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ഈ ഒരു വർഷം നമുക്ക് 10,000 രൂപയാണ് നമ്മുടെ ജീവിത ചെലവെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് 13,500 രൂപയിലേക്ക് നമ്മുടെ ചെലവ് വർദ്ധിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ എത്രങ്ങാണ്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി. സ്വാഭാവികമായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇവിടെ 1980 കാലഘട്ടത്തിൽ ഒരു ഫാമിലിക്ക് ഒരു മാസം മാന്യമായിട്ട് ജീവിക്കാൻ 1000 രൂപ മതിയായിരുന്നു. 1980 കാലഘട്ടത്തിൽ ഓരോ 20 വർഷം കഴിയും തോറും അതിന്റെ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 കാലഘട്ടത്തിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് മാന്യമായിട്ട് ഒരു മാസം ജീവിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ സാഹചര്യം മാറി 2020 ആയി. 1,00,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലിക്ക് മാന്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീണ്ടും ഒരു 20 വർഷം കഴിയുകയാണെങ്കിൽ 2040 ആകുന്ന സമയത്തേക്ക് ഒരു ഫാമിലിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ 10 ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. 10 ലക്ഷം രൂപ വേണ്ടി വരുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഇവിടെ 2000 സർവേ നടത്തിയിട്ടുള്ള വ്യക്തി അമർത്യ സെൻ ആണ്, നൊബേൽ പ്രൈസ് വിന്നർ ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സർവേയിൽ 2000 പറഞ്ഞിട്ടുള്ളത് 1000 രൂപയാണെങ്കിൽ 2020 ആകുമ്പോഴേക്ക് 1 ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2040 ആകുമ്പോഴേക്ക് 10 ലക്ഷം രൂപ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് മാന്യമായിട്ട് വേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിലവിൽ നമ്മുടെ വരുമാന മേഖലകൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ട് 4 രീതിയിലാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 1 അഗ്രികൾച്ചർ, 2 എംപ്ലോയ്മെന്റ്, 3 ബിസിനസ്, അതേപോലെ തന്നെ ഗൾഫ് മേഖല. ഈ 4 മേഖലയിലാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല. നമുക്കറിയാം, ഇന്നൊരു കർഷകൻ ആ കർഷകന്റെ മക്കളെ കർഷക വൃത്തിയിലേക്ക് തള്ളിവിടില്ല. കാരണം എന്താണ്? ഉൽപാദന ചെലവ് കൂടുതലാണ്, ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം തന്നെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ ഒരു കർഷകൻ അവരുടെ മക്കളെ കർഷക വൃത്തിയിലേക്ക് തള്ളിവിടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹാളിൽ ഇരിക്കുന്ന മെജോറിറ്റി ആളുകളും കാർഷിക മേഖല ഒരു പ്രധാന വരുമാന മേഖലയായിട്ട് കാണുന്നുണ്ട് എന്നതിന് എനിക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും മൈ ഡിയർ ഫ്രണ്ട്സ്, രണ്ടാമത്തെ മേഖലയാണെങ്കിൽ എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റ് മേഖല ഇന്നത്തെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ്. 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ 70 കോടി ആളുകൾ 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ് യുവാക്കൾ. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവതലമുറയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇന്ന് തൊഴിലില്ലായ്മയാണ്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ആണ്. പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ തൊഴിലിടങ്ങൾ സർക്കാരിനോ പ്രൈവറ്റ് മേഖലയ്ക്കോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശമ്പളം, അവർ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് കിട്ടാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂരിഭാഗം ആളുകളും ഗൾഫ് മേഖല ചൂസ് ചെയ്യും. യുവാക്കൾ എല്ലാവരും ഗൾഫിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ന് പ്രവാസ ലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണ്. സ്വദേശീവൽക്കരണം നടക്കുന്നു. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ഗൾഫ് മേഖലയിൽ അവസരമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് ഇപ്പോൾ എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? അബ്രോഡ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്.
മോഹന വാഗ്ദാനങ്ങളൊക്കെ നേടി 4 ലക്ഷം രൂപ സാലറിക്കൊക്കെ അവിടെ പോയാൽ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ 10,000 രൂപയ്ക്ക് പോലും ആ ഒരു വില പോലും 4 ലക്ഷത്തിന് അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇന്നിപ്പോ കാനഡ പോലെയുള്ള രാജ്യങ്ങള് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും അങ്ങോട്ട് അല്ലെങ്കിൽ വിദേശികളെ അങ്ങോട്ട് കടത്തുന്നില്ല എന്നുള്ള ഒരു മെമ്മോ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഗൾഫ് മേഖലയുടെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും 4ാമത്തെ മേഖല ബിസിനസ് മേഖലയാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നമ്മളെ പോലെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഓപ്ഷൻ ഇല്ല. കാരണം വലിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാനില്ല. ചെറുകിട കച്ചവടം നമ്മൾ ആരംഭിക്കാൻ എന്താണ് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ മാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ചെറുകിട കച്ചവടക്കാരെല്ലാം തന്നെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 മേഖലകളുടെയും അവസ്ഥ ഇതാണെങ്കിൽ അതിന്റെ പുറമെ ഇന്ന് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് AI ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, പണ്ടൊക്കെ മനുഷ്യനോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ടെക്നോളജിയോട് മത്സരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 4 മേഖലകളിലും AI സാങ്കേതിക വിദ്യ വളരെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ എന്താണ് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കുള്ള ഒരു സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്കൊരു വരുമാന മേഖല ഓപ്പൺ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഓരോരോ പ്രതിസന്ധി കാലഘട്ടത്തിലും ഓരോ ബിസിനസ് അവസരങ്ങൾ വർദ്ധിച്ചു വരാറുണ്ട്. ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒരു മേഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഇനി ബിസിനസ്സുകൾ വളരാൻ പോവുകയാണ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബിസിനസ് എന്നാണ്. ലോകത്ത് നിന്ന് അവര് പുറത്തായി പോകുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് വരുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാം, കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം എല്ലാവരും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ബാർ സോപ്പിന് വരെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുന്ന കാലഘട്ടമാണ്. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ന് ആരോഗ്യ മേഖല, ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖല $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മേഖലയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ 3ാമത്തെ മേഖല എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായമാണ്. ഓരോ കാലഘട്ടത്തിലെ ഓരോ മാർക്കറ്റിംഗ് സമ്പ്രദായത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അമിതാഭ് കാന്ത് IAS, നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, the collaborative selling professionals are doing a very respectable profession. വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് ഈ കൊളാബറേറ്റീവ് സെല്ലിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, യു ആർ എക്കണോമിക് ഡ്രൈവേഴ്സ് ഓഫ് ഗ്രോത്ത് ഫോർ ഇന്ത്യ ആണ്. ഇന്ത്യയുടെ എക്കണോമിക് ഡ്രൈവേഴ്സ് ആണ്. സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാണ് കൊളാബറേറ്റ് സെല്ലിംഗ് പ്രൊഫഷണൽസ് എന്നാണ് പറയുന്നത്. സോ രാജ്യം തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണത്. എങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ 3 മേഖലയും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഈ അവസരം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കമ്പനിയാണ് ഇംനസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇംനസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. സോ പ്രധാനമായിട്ടും ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.5 lakh യൂണിറ്റ് ആണ് പെർ മന്ത്. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്വന്തമായുള്ള കമ്പനിയാണ്. അതിലുപരിയായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളുടെ സർട്ടിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആണ്. അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ്, ഇന്ത്യയിലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ. അതേപോലെ തന്നെ കോഴ്സസ് സർട്ടിഫൈഡ് ആണ്, GMP സർട്ടിഫൈഡ് ആണ്, ISO സർട്ടിഫൈഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ISO സർട്ടിഫൈഡ് ആണ്. അതേപോലെ തന്നെ SAP സോഫ്റ്റ്വെയർ അപ്ഗ്രേഡഡ് ആണ്. അതേപോലെ തന്നെ CII പ്രൗഡ് മെമ്പർ ആയിട്ടുള്ള കമ്പനി കൂടിയാണ് ഇംനസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. അതിലുപരിയായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഇന്റർനാഷണൽ പ്രസൻസ് എന്ന് പറയുന്നത്. 42ലധികം രാജ്യങ്ങളിൽ ഈ ഒരു കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. അതായത് നമ്മൾക്ക് 42 രാജ്യങ്ങളിലധികം പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റും. അതിലുപരിയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം,
അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാന മേഖല എന്ന് പറയുന്നത് നികുതിയാണ്, ടാക്സ് ആണ്. അങ്ങനെയെങ്കിൽ 10 വർഷത്തോളമായിട്ടുള്ള ഈ ഒരു കമ്പനി കറക്റ്റ് ആയിട്ട് GST പേ ചെയ്തത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അപ്രീസിയേഷൻ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ മൈ ഫ്രണ്ട്സ്, അതിലുപരിയായിട്ട് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി കൂടിയാണ് ഇൻഡോസിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. സോ മൈ ഫ്രണ്ട്സ്, ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഇൻഡോസിവ കമ്പനി ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ജീവിത ശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റുകളാണ് നമ്മുടെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രൊഡക്റ്റുകളെ ഓരോന്നായി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണം ലോകാരോഗ്യ സംഘടന വരെ നടത്തിയുള്ള സർവേയിൽ പറയുന്ന കാര്യം, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടുന്നില്ല, ശരീരത്തിൽ നിന്നും ആവശ്യമില്ലാത്തത് പുറന്തള്ളാൻ ശരീരത്തിന് കഴിയുന്നില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ 3.5 കിലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടാവും. സോ അത് അഫോർഡബിൾ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇവിടെ അസൈബറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ നാസ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ ബഹിരാകാശ യാത്രകൾക്ക് റേഡിയേഷൻ മൂലം സ്കിൻ ക്യാൻസർ, ഏജിംഗ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ASTN എന്ന് പറയുന്ന ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ASTNലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അസൈബറി ഫ്രൂട്ട്. നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിംഗ് സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ആന്റി ക്യാൻസർ സപ്പോർട്ട് ആണ്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു അസൈബറി ഫ്രൂട്ടിനെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് ഇൻഡോസിവ കമ്പനി ഇറക്കിയുള്ള ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് iPads എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രമേഹമായിരിക്കും. ഭൂരിഭാഗം ആളും ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ആണെന്ന് പറയുന്നത്, പ്രമേഹത്തിന്റെ ക്യാപിറ്റൽ ആണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സൈഡ് എഫക്റ്റുകൾ മാറ്റാനും അതേപോലെ തന്നെ സൈഡ് എഫക്ട് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്യാനും ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഏകനായകവും നായ്ക്കുണ്ണ പരിപ്പിന്റെ എക്സ്ട്രായുടെ മിശ്രിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ പത്രത്തിൽ കാണാറുള്ള ഒരു പ്രശ്നം, അമിതവണ്ണം മൂലം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നു, അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് മാധ്യമങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. സോ പല ആളുകളും അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം പാക്ടമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, രാത്രി ഭക്ഷണം ഒഴിവാക്കി അതിന് പകരം ഐസ്ലിം ബാർ കഴിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്ക് അമിതവണ്ണം ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, സൗന്ദര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൈയിന്റെ മുകളിലും കാലിന്റെ മുകളിലും ഒക്കെ പുരട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരുപാട് ക്യാഷും നമ്മൾ മുടക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണ്. ആ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iGlow എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, കാശ്മീരി സാഫ്രോൺ ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഒക്കെ ആഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iGlow എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പ്രൊഡക്റ്റിലേക്ക് പോകാം. ഇന്ന് 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ ഒരുപാട് ആളുകൾ ഈ ഹോളിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും 35 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന PCOD, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതല്ലെങ്കിൽ അത് വന്ന ആളുകൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iCare എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ആവശ്യമായുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iCare. ദെൻ അങ്ങനെയെങ്കിൽ നമുക്ക് ആറാമത്തെ പ്രൊഡക്റ്റിലേക്ക് പോകാം. ആറാമത്തെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് ആളുകൾക്ക് മൈൻഡിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓർമ്മശക്തി കുറയുക, അതേപോലെ തന്നെ നമ്മൾ ഈ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിലൂടെ കണ്ണിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. കുടലിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ലിവറിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ 4 പ്രധാനപ്പെട്ട അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ 4 വേരിയന്റ് ആയിട്ടുള്ള ഗമ്മീസ് അടങ്ങിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് iDwell ഗമ്മീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്.
ഈ 6 പ്രൊഡക്റ്റുകളും മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ സൊസൈറ്റിക്കും ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇൻഡസ് യുവ കമ്പനിയുടെ സമ്പത്തിനോടൊപ്പം തന്നെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ടോ അതല്ലെങ്കിൽ അസുഖം വന്നതിന് ശേഷമോ അതല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷമോ അതിന് പരിഹാരം കാണുകയല്ല വേണ്ടത്. അതിനു മുൻപേ നമ്മൾ അതിന് വേണ്ട പരിഹാരം കാണണം. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഫോർ ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നുള്ളതാണ്. ആരോഗ്യത്തിനും സമ്പത്തിനും നമുക്ക് അത് നഷ്ടപ്പെടുന്നതിന് മുന്നേ നമ്മൾ പരിഹാരം കാണണം എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു സുവർണ അവസരമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതായത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ഓരോ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഇൻഡസ് യുവ കമ്പനി ഇവിടെ തയ്യാറാണ് എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ ഓൺലി വിവ ബിസിനസ് ഓണേഴ്സിന് മാത്രമാണ് ഇൻഡസ് യുവ കമ്പനി നൽകുന്ന എല്ലാ ബെനിഫിറ്റുകളും ലഭിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ ഇൻഡസ് യുവ കമ്പനിയുടെ ബെനിഫിറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ടു കസ്റ്റമർ മാത്രമായിരിക്കും. അതായത് കസ്റ്റമേഴ്സിനെ മാത്രമേ ബിൽഡ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ആൻഡ് ബിസിനസ് ടു കസ്റ്റമർ എന്നിങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു VBO ആയിട്ട് മാറാം, ബിസിനസ് ഓണർ ആയിട്ട് മാറാം എന്നുള്ളതാണ്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബിസിനസ് ഓണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ വിതരണം ചെയ്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ബിസിനസ് ടു ബിസിനസ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ബിസിനസ് ടു ബിസിനസ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും? എല്ലാ ആളുകൾക്കും കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ എല്ലാ ആളുകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം? ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സ്, ജോലി അന്വേഷിക്കുന്ന ഒരാളായിരിക്കണം. ഒരിക്കലും ജോലി ആഗ്രഹിക്കുന്ന ഒരാളെന്ന് അന്വേഷിക്കുന്ന ആളായിരിക്കും. ജോലി അന്വേഷിക്കുന്ന ആൾക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ്ട്രാ ഇൻകം. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഇൻകം, ഒരു അഡീഷണൽ ഇൻകം. നിലവിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ആ ജോലിക്ക് ഒരു തടസ്സമില്ലാതെ ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്യൂട്ടബിൾ ആണ്. അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം അവർക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്യൂട്ടബിൾ ആണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിഗ് തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഒരുപാട് ആഗ്രഹങ്ങളും വലിയ വലിയ ചിന്തകളുമുള്ള ആളുകൾക്ക്, ആ ചിന്തകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. നാലാമത്തെന്ന് പറയുന്നത് ഇത് ഈ മൂന്ന് കാറ്റഗറിയെ പോലെ അല്ല. നാലാമത്തെ കാറ്റഗറി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഒരുപാട് ആളുകൾക്ക് കടബാധ്യതകളുണ്ട്. ആ കടബാധ്യതകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കടബാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ് യുവ ബിസിനസ്സിലൂടെ അവർക്കത് തീർക്കാൻ കഴിയുന്നുണ്ടാകും. സോ ഇങ്ങനെയുള്ള 4 കാറ്റഗറി ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം നൽകാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, പല ആളുകളൊന്ന് ചിന്തിക്കുന്നുണ്ടാകും, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു പരിചയവുമില്ല. അങ്ങനെയുള്ള പല ചിന്തകളും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഒരു സംശയവും വേണ്ട മൈ ഡിയർ ഫ്രണ്ട്സ്, 10 വർഷത്തോളമായിട്ട് ഇൻഡസ് യുവ കമ്പനിയിൽ ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടീം ജീവാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. അതേപോലെ തന്നെ വൈബ്രന്റ് യുവ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻഡസ് യുവയുടെ ടെക്നിക്കലി ഉള്ള എല്ലാ സപ്പോർട്ടും, അങ്ങനെ ഒരു 3D സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് B2B ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ B2C ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ 4 കാറ്റഗറി ആളുകളിൽ നിന്നും, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും സെലക്ട് ചെയ്ത 2 വ്യക്തികൾക്ക് നിങ്ങൾ ഈ ബിസിനസ് അവസരം നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആഴ്ചയിലെ വരുമാനം, അതായത്
27,200 രൂപ മുടക്കി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിൽ ആ ആഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വരുമാനം 13,000 രൂപ ആയിരിക്കും. 13,000 രൂപ. നിങ്ങൾ ചെയ്ത ഇതേ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തി ഇതേ ഓപ്പർച്യൂണിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികൾക്കും അടുത്ത ആഴ്ച 13,000 രൂപ വരുമാനം വാങ്ങിക്കൊടുക്കാൻ, പ്രോഫിറ്റ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങളുടെ ഈ 2 ഓർഗനൈസേഷൻ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് അതിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയം വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഉദാഹരണത്തിന് രണ്ട് ഓർഗനൈസേഷൻ വരുന്നു, എ ഓർഗനൈസേഷൻ, ബി ഓർഗനൈസേഷൻ. ഇവിടെ 1,500 രൂപയും 1,800 രൂപയും വരുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രോഫിറ്റ് 15,000 രൂപയായിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവിടെ 300 രൂപയും നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷെ ഒരിക്കലുമില്ല, അടുത്ത ആഴ്ചകളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ആക്കി മാറ്റിവെക്കുന്നുണ്ടാവും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ 2,500 രൂപയും ഒരു ഓർഗനൈസേഷനും 2,200 രൂപയും മറ്റൊരു ഓർഗനൈസേഷനും നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ 300 രൂപയും ആഡ് ചെയ്തുകൊണ്ട് 25,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് കമ്പനി അയച്ചിരുന്നുണ്ടാവും. ഈ 2 ഓർഗനൈസേഷനിൽ നടക്കുന്ന ബിസിനസ് വോളിയം വർദ്ധിക്കുന്നതിന് അനുപാതികമായിട്ട് നമ്മുടെ വരുമാനവും വർദ്ധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ജീവിത ചെലവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാനുപാതികമായിട്ട് നിങ്ങളിപ്പോൾ വരുമാന മേഖല, ഏതെങ്കിലും ഒരു വരുമാന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത്, അതിനാനുപാതികമായിട്ട് നിങ്ങൾക്ക് വരുമാനത്തിൽ വർധനമില്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ് യുവ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 5,000 രൂപയിലേക്ക് നിങ്ങൾക്ക് വന്നാൽ ആ വീക്കിലി വരുന്ന പ്രോഫിറ്റ് 50,000 റുപ്പീസ് ആയിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, അതിങ്ങനെ പോകുന്ന സമയത്ത് 10,000 രൂപയിലേക്ക് വരുമ്പോൾ 1 lakh റുപ്പീസ് നിങ്ങളുടെ വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ടാകും. അതേപോലെ തന്നെ 25,000 രൂപയിൽ വരുന്ന സമയത്ത് 2.5 lakh വീക്കിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം, അതല്ലെങ്കിൽ മന്ത്ലി 10 lakh റുപ്പീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 2040 ആകുമ്പോഴേക്ക് 10 ലക്ഷം രൂപ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ 2040 ആകുമ്പോഴേക്ക് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് 10 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് പോകാനേ പറ്റുകയുണ്ടാവുള്ളൂ. പക്ഷെ ഇൻഡസ് യുവ കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 2-3 വർഷം നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നെഞ്ചോട് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വീക്കിലി 2.5 lakh, മന്ത്ലി 10 lakh റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചിരുന്നുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പല ആളുകളും ചിന്തിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളതായിരിക്കും. പക്ഷേ ടീം ജീവാനന്ദ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷമാണ്. ആ 6 വർഷത്തിനുള്ളിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ 10ഓളം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ ഇൻഡസ് യുവ കമ്പനിയിലെ ഞങ്ങളുടെ ഈ ഓർഗനൈസേഷന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡസ് യുവ കമ്പനി ടോട്ടൽ ആയിട്ട് 90-ലധികം സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് 1 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കമ്പനിയാണ് ഇൻഡസ് യുവ എന്ന് പറയുന്ന കമ്പനി. അതിന്റെ ഒരു പ്ലാനാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ആഗ്രഹമുണ്ടാകുന്ന ഒരു കാര്യമാണ് വരുമാനവും അതേപോലെ തന്നെ ആരോഗ്യവും മാത്രവും പോരാ, ഹാപ്പിനെസ്സും കൂടെ വേണം. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്ന ഏതൊരു വ്യക്തിക്കും മൈ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് വിത്ത് കോ അപ്ലിക്കന്റ് ആയിട്ട് പോയി വരാൻ സാധിക്കുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സ്റ്റാർ 1000 റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ സമ്മിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം 3 ദിവസം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. അതേപോലെ തന്നെ റൂബി എക്സിക്യൂട്ടീവ് ആകുന്ന സമയത്ത് തായ്ലാന്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ കോ അപ്ലിക്കന്റിന് യാത്ര ചെയ്യാം. അതേപോലെ തന്നെ പേൾ എക്സിക്യൂട്ടീവ് ആകുമ്പോൾ മലേഷ്യ, അതേപോലെ തന്നെ എമറാൾഡ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, സഫേർ എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ദുബായിൽ പോയി വരാം. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആകുന്ന സമയത്ത് സിംഗപ്പൂരിൽ നിങ്ങൾക്ക് പോയി വരാൻ സാധിക്കുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരേ ഒരു കാര്യം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മാർട്ട് ഫോൺ, അതേപോലെ തന്നെ ഒരു മൊബൈൽ ആപ്പ്, ഇൻഡസ് യുവ കമ്പനിയുടെ മൊബൈൽ ആപ്പും കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ സുഗമമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളെ KYC ഡോക്യുമെന്റ്സ് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ആ ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ് യുവ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ ഒരു വൈകിയെടുക്കുന്ന തീരുമാനം മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ആലോചിക്കേണ്ടത് നല്ലൊരു അവസരം മിസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. വൈകിയെടുക്കുന്ന തീരുമാനം
നല്ലൊരു അവസരം മിസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്ഡെന്നാണ്. ചില നിമിഷങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റുന്നതാണ്. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും കമ്പനിയിൽ നിന്നും പണം വാങ്ങി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വന്ന ഒരാളാണ് എന്ന് പല ആളുകൾക്കും വിചാരം ഉണ്ടാവും. പക്ഷെ നിങ്ങളെ പോലെ തന്നെ ഇതേപോലെ ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് ഓപ്പർച്യൂണിറ്റി കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് മാസ വരുമാനം 35,000 രൂപയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അന്യ സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 35,000 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് 18,000 രൂപയ്ക്ക് അതേ ജോലി ഒരു അന്യ സംസ്ഥാന ജോലിക്കാരൻ വന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടും അല്ലെ. 18,000 രൂപയ്ക്കുള്ള സാലറിക്ക് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വന്ന് ജോലി ചെയ്യുമ്പോൾ എന്റെ ജോലിക്ക് അവിടെ പ്രസക്തിയില്ല. തീർച്ചയായിട്ടും അത് ചിന്തിച്ചുകൊണ്ട് എന്തൊരു അവസരം നേടിയെടുക്കാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രോഡക്റ്റിന്റെ രൂപത്തിൽ എന്റെ വീട്ടിലേക്ക് ഈ ബിസിനസ് എത്തുന്നത്. അത് ഏറ്റെടുത്ത സമയത്ത് ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മാസ വരുമാനം 60,000 രൂപ, അതായത് 35,000 നിന്നും 60,000 രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ ഈ ബിസിനസ് അവസരം കേൾക്കുന്ന നിങ്ങൾക്കും സാധിക്കും. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.